ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ. അങ്ങനെ രാവിലെ നേരത്തെ എണീറ്റതിന് ശേഷം നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് വിളക്കെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ വന്നിട്ട് ചായ വെക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ചായ വെക്കുന്ന സമയത്ത് നമ്മുടെ പൂച്ചക്കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ പാല് ചൂടാക്കിയിട്ട് അക്ഷരയിൽ കൊടുത്തു വിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ പൈക്കോന് മെല്ലെ ഒരു അമാന്തോണം മെല്ലെ പോവുള്ളൂ. എപ്പോഴും നമ്മൾ ഒന്ന് തള്ളി വിട്ടാൽ മാത്രമേ അവൾ പോവുള്ളൂ കേട്ടോ. അങ്ങനെ അവർക്കുള്ള പാലൊക്കെ കൊടുത്തയച്ചു. അതിന് ശേഷം പിന്നെ നമുക്കുള്ള ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നേരത്തെ എണിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ചായ കുടിക്കും കേട്ടോ. ഇല്ലാണ്ടെങ്കിൽ ഒരു ഉഷാറുണ്ടാവില്ല. അപ്പോൾ നമ്മൾ തലേദിവസം പാല് വാങ്ങിയിട്ട് അതെടുത്ത് വെക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മൾ ഇന്നലെ നെയ്യ് കാച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ഞാനതിൽ കുറച്ച് നെയ്യ് ഇന്നലെ തന്നെ നമ്മൾ വേറൊരു ബോട്ടിലാക്കി വെച്ചു കേട്ടോ. ഈ നെയ്യ് നമ്മൾ ദൈവ റൂമിൽ വെക്കുന്ന നെയ്യാണ്. അത് നേരം വെളുത്തപ്പോൾ കുറച്ച് കട്ടിയായപ്പോൾ ഞാനതൊന്ന് ലൂസാക്കിയിട്ട് ആക്കി കൊടുത്തതാണ്. ഇതാണ് കേട്ടോ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള നെയ്യ് ഞാൻ കുപ്പിയിലാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ നെയ്യെല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോൾ കുറച്ച് നെയ്യ് നമ്മൾ ദൈവ റൂമിൽ വെക്കും. എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചകളിൽ വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് നെയ്യ് ഉപയോഗിക്കാമല്ലോ. അതുകൊണ്ട് അത് നമ്മൾ കുറച്ച് അവിടെ വയ്ക്കും. ബാക്കിയുള്ളത് നമുക്ക് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ ട്രിപ്പ് കാച്ചുമ്പോൾ നമുക്ക് ഇതുപോലെ ഓരോ കുപ്പിയിൽ കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ പാലൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ആടയൊക്കെ എടുത്ത് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള നെയ്യ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ. ആ നെയ്യിനൊരു പ്രത്യേക മണവും പ്രത്യേക സ്വാദുമാണ് കേട്ടോ. അതുപോലെ നമുക്ക് ബട്ടർ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ബട്ടർ ഉള്ള കാരണം ഞാൻ ഇപ്രാവശ്യം ബട്ടർ ഉണ്ടാക്കിയില്ല, ഫുള്ളായിട്ട് നെയ്യ് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ കൊത്തവരക്കയൊക്കെ ഒന്ന് മുറിക്കാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ നമ്മുടെ അക്ഷയ പൈക്കോനെ കൊണ്ട് ഷേക്കൻ വേണം പറയുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കയ്യിലിങ്ങനെ ചെറിയൊരു തട്ട് കൊടുത്താൽ കൈ ഇങ്ങനെ തരും കേട്ടോ നമുക്ക് ഷേക്കിൻ്റെ ഒക്കെ. അപ്പോൾ അത് ചോദിക്കുകയായിരുന്നു കേട്ടോ. അത് ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് ചോദിച്ചാൽ വേഗം തരും, പിന്നെ ചോദിച്ചാൽ അവൾ തരില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ റൗലിക്ക് അതൊന്നും അറിയില്ല, പക്ഷെ പൈക്കോനെ അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു കൊടുത്തിട്ട് പൈക്കോ അത് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ അതിന് ശേഷം നമ്മൾ പിന്നെ നമ്മുടെ ചായയൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ട് ഒന്ന് ചായയൊക്കെ കുടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം വന്ന് നമ്മൾ ഗേറ്റൊക്കെ തുറന്ന് പിന്നെ കുറച്ച് പൂവെല്ലാം പറിച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി നമ്മുടെ ഉരുളിയിലെ വെള്ളം മാറ്റി പുതിയ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ പൂ വെച്ച് കൊടുക്കാറുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കിയതിന് ശേഷം പൂവെല്ലാം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു മനസ്സിനൊരു ഭംഗിയാണ്. വെള്ള കളർ എന്നും സമാധാനത്തിൻ്റെ ഒരു നിറമല്ലേ. അപ്പോൾ അതുകൊണ്ട് വെള്ളപ്പൂവ് ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ഭംഗിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ മിറ്റോടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കിനി കൂട്ടാനൊക്കെ വെച്ച് തുടങ്ങാൻ പറഞ്ഞിട്ടാണ്. അങ്ങനെ ഞാൻ വന്നിട്ട് എന്താ പറയുക വേഗം തന്നെ ചീനിച്ചട്ടി കടുപ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിറ്റോടിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്നിട്ട് നമ്മൾ ചീനിച്ചട്ടി വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വറ്റൽമുളകും ചെറിയുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുത്തു. അത് നന്നായി തന്നെ മുരിഞ്ഞ് വരുന്ന സമയത്ത് ആ അടുപ്പിൽ നമ്മൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഒന്ന് മുരിഞ്ഞ് വന്നപ്പോൾ അതിലൊരു അര സ്പൂണ് മുളക് പൊടി ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഞാനതൊന്നുകൂടെ ചിറ്റിച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ നേരം നമ്മുടെ ചെറിയ തീയിലിട്ട് പാല് നല്ലപോലെ വറ്റിച്ചെടുക്കുകയാണെങ്കിൽ നല്ലപോലെ ആട കിട്ടുകയും ചെയ്യും. അതുപോലെ നമ്മുടെ തൈരിന് നല്ല കട്ടിയും കിട്ടും കേട്ടോ. അതവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് നമ്മുടെ ഉള്ളിയും എന്താ പറയുക പച്ചമുളകല്ല ഉള്ളിയും മുളക് പൊടിയും എല്ലാം പച്ചമണം മാറി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങും കൊത്തവരക്കയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറിയ തീയിൽ കിടന്നിട്ട് അങ്ങനെ വെന്ത് വരണം കേട്ടോ. അപ്പോൾ ഞാനതവിടെ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കുന്നുണ്ട്. കൊത്തവരയ്ക്ക് ഒരു വേവുള്ള കാരണം വെള്ളം തെളിച്ചില്ലെങ്കിൽ അത് നമ്മൾക്ക് ചിലപ്പോൾ അത് അടുക്കി പിടിക്കേണ്ട, അതുകൊണ്ട് കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കടലെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്.
ഉണ്ടാക്കുന്നത്. കടലെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിലേക്ക് ഞാൻ 1.5 സ്പൂണ് നമ്മുടെ ഉഴുന്നപ്പരിപ്പും 1.5 സ്പൂണ് കടലപ്പരിപ്പും ചേർത്ത് ഒന്ന് വറുത്തതിന് ശേഷം അതിലേക്ക് ഒരു 5-6 കപ്പലമുളക് ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തിട്ട് അതൊരു ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്കിത് മാറ്റിയെടുക്കാം കേട്ടോ. ഒരുപാട് കറുത്ത് പോണ്ട, ഒരു ഇളം കളറാകുമ്പോൾ തന്നെ മാറ്റിയെടുക്കുക. ഇരിക്കുമ്പോൾ അതൊന്നുകൂടെ മൂത്ത് ശരിക്കത്തെ കളറ് വരും കേട്ടോ. അങ്ങനെ അതെല്ലാം മാറ്റിയതിന് ശേഷം അതേ എണ്ണയിലേക്ക് ഞാൻ ഒരു വലിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ എങ്ങനെ വേണമെങ്കിൽ അരിയാം, നീളത്തിലരിയുക, ചെറിയ കഷ്ണമായിട്ട് അരിയുക, എങ്ങനെ വേണമെങ്കിൽ അരിയുക. പിന്നെ അതിലേക്ക് ഞാനൊരു 5 വെളുത്തുള്ളി ചേർത്ത് ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ 2 തക്കാളി, വലിയ തക്കാളി ഒരു 2 എണ്ണം ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൽ കിടന്നിട്ട് നമ്മുടെ തക്കാളി ഒന്ന് എന്താ പറയുക ഉടഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ അതുവരെ ഞാനതൊന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ആ അടുപ്പിൽ നമ്മൾ രാവിലേക്കുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 അടുപ്പും നമുക്കൊന്ന് ബിസി ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഉപ്പേരി ഇടക്കിടക്ക് അതുപോലെ ഓപ്പൺ ചെയ്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും. വെള്ളം കുറച്ച് തെളിച്ച് കൊടുത്ത കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അടിക്കൊന്നും പിടിച്ചിട്ടില്ല. നമ്മളിങ്ങനെ ഇടക്കിടക്ക് ഇളക്കുന്നത് കാരണം നന്നായിട്ട് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഈ എന്താ പറയുക നമ്മുടെ ഉള്ളിയും മുളകും കൂടെ ക്രഷ് ചെയ്ത് ചേർത്ത കാരണം പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഉപ്പേരിക്ക്. അതവിടെ റെഡി ആയതിന് ശേഷം പിന്നെ നമ്മുടെ ഉള്ളിയും തക്കാളിയും വഴറ്റിയതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണം മാറി വന്നതിന് ശേഷം ഒരു കുഞ്ഞു പിടി പുതിന ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിത്തല കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. മുളക് പൊടി ചേർക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടതായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ശ്രദ്ധ പോയില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം നമ്മളത് വാങ്ങി വെച്ചിട്ടുണ്ട്. നന്നായി തന്നെ ആറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ആറി വരുന്ന നേരം കൊണ്ട് തന്നെ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഇഡ്ഡലി നമ്മുടെ തുണിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എന്താ പറയുക നമ്മുടെ തുണിയിൽ ഉണ്ടാക്കുന്ന ഇഡ്ഡലിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ ഇഡ്ഡലിയൊക്കെ ഒന്ന് ഒഴിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ഇതെല്ലാം ഒന്ന് ആറി വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ആദ്യം വറുത്തിട്ടുള്ള നമ്മുടെ ഉഴുന്നപ്പരിപ്പും കടലപ്പരിപ്പും കപ്പലമുളകും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ പൊടിച്ചെടുത്തത് കൊണ്ടുവന്നതിലേക്ക് ശേഷം അതിലേക്ക് നമ്മുടെ എന്താ പറയുക വതക്കി വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ ചേർത്ത് നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒരു ചെറിയൊരു കുഞ്ഞു കഷ്ണം പുളി കൂടെ ചേർത്തിട്ട് അരയ്ക്കാം. ഞാനത് ചേർത്തിട്ടില്ല, പുളി ചേർക്കാണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. പുളി ചേർത്താലും ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇന്ന് നമ്മൾ പുളി ചേർത്തിട്ടില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്തിട്ട് നമ്മൾ ചമ്മന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഇഡ്ഡലിയുടെ കഴിക്കാൻ ഈ ചമ്മന്തി. നമ്മുടെ അക്ഷയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ പുതിന ചമ്മന്തി. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഇഡ്ഡലി റെഡിയായിട്ടുണ്ട്. ഞാനത് എടുത്ത് മാറ്റിയതിന് ശേഷം വെള്ളമൊക്കെ തെളിച്ചിട്ട് ഒന്ന് ഒഴിച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നേരത്തെ തന്നെ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് ചോദിച്ചതാണ് കേട്ടോ. ആ കുട്ടി ചോദിച്ചതിലും കാര്യമുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നേരത്തെ എണീച്ച് വിളക്ക് വെക്കുന്നുണ്ടല്ലോ, ആ വിളക്ക് വെച്ചതിന് ശേഷമാണല്ലോ നമ്മൾ മിറ്റം അടിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അറിയാം. നമ്മൾ മിറ്റമൊക്കെ അടിച്ച് അതുപോലെ സാമി റൂമൊക്കെ അടിച്ച് എന്നിട്ടാണ് വിളക്ക് വെക്കേണ്ടത്. അത് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പണ്ട് മുതലൊക്കെ അങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യാറുള്ളത്. നമ്മളും അങ്ങനെയൊക്കെ തന്നെ ആദ്യകാലത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പറയുമ്പോൾ എന്താ പറയുക, നമ്മൾ അതിലും നേരത്തെ എണീറ്റിട്ടാണ് നമ്മൾ വിളക്ക് വെക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ആരും അങ്ങനെ എണീറ്റിട്ടുണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നേരത്തെ എണീക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ ശീലങ്ങൾ എങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എണീറ്റതും കുളിച്ച് വിളക്ക് വെച്ചതിന് ശേഷം അടുക്കളയിൽ വന്നിട്ട് കുക്ക് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ നമ്മൾ 6 മണിക്ക് എണീക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് കേട്ടോ. കുട്ടികളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് ഞാനപ്പോൾ മെല്ലെയാണ് എണീക്കുക. എന്താ പറയുക, കുട്ടികൾ രാത്രി ഉറക്കം നമ്മുടെ അശ്വിന് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് മെല്ലെ ഉറങ്ങാറുള്ളത്. അപ്പോൾ രാവിലെ മെല്ലെ തന്നെയാണ് എണീക്കാറുള്ളത്. അപ്പോൾ എണീറ്റതും ഇതുപോലെ കുളി കഴിഞ്ഞ് വിളക്ക് വെച്ചിട്ടാണ് അന്നും ഞാൻ അടുക്കളയിൽ ഇതുപോലെ കുക്ക് ചെയ്യാൻ വരാറുള്ളത്. ആ ശീലം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് കേട്ടോ. ഒന്നാമത്തത് ശീലം അത് തന്നെയാണെങ്കിലും നമുക്ക് സമയത്തിൽ കുറച്ച് മാറ്റം
മാറ്റങ്ങൾ വന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ പറയുമ്പോൾ നമ്മൾ ഒരു 4:45 അല്ലെങ്കിൽ ഒരു 4:30 അങ്ങനെയുള്ള ടൈമിലൊക്കെ നമ്മൾ എണീക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ എണീക്കുമ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരും ഉറങ്ങുമായിരിക്കും. അപ്പോൾ നമ്മൾ എണീറ്റിട്ട് വിളക്ക് വെക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ വെച്ച് നേരെ നല്ലപോലെ വെളുക്കുമ്പോഴായിരിക്കും അവരൊക്കെ എണീറ്റിട്ടുണ്ടാവുക. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ചുറ്റുപുറമൊന്നും ലൈറ്റൊന്നും ആരും ഇട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ആരും എണീച്ചിട്ടില്ല കേട്ടോ, എണീച്ചിട്ടുണ്ടാവില്ല. എന്താ പറഞ്ഞാൽ അവരവിടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളൊന്നുമില്ല. അപ്പോൾ അവരുകൊണ്ട് കുറച്ച് പ്രായമായ ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പോൾ അവർക്ക് മെല്ലെ എണീറ്റാലും മതി. നമുക്ക് അങ്ങനെയല്ലല്ലോ. പിന്നെ അതുമാത്രമല്ല, ഞാൻ ഫസ്റ്റേ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് നമ്മുടെ രാവിലത്തെ വ്യൂ എങ്ങനെയാണ് പറഞ്ഞാൽ, രാവിലെ തന്നെ നമ്മുടെ ഫ്രണ്ടൊക്കെ നല്ല ഇരുട്ടാണ്. അതുപോലെ തന്നെ സീറ്റ് ലൈറ്റൊന്നും നമ്മുടെ ഭാഗത്തില്ല. അതൊക്കെ കുറച്ച് അങ്ങോട്ട് തള്ളിയിട്ടാണ്, നമ്മുടെ ഉമ്മർത്തില്ല കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഗേറ്റൊക്കെ തുറന്നിട്ട് മിറ്റോടിക്കാൻ പോകുക പറയുമ്പോൾ അതെനിക്ക് പേടിയാണ്. ഒന്നാമത്തത് ഇരുട്ടായത് കാരണം കൊണ്ട് തന്നെ പോയിട്ട് മിറ്റോടിക്കാനൊക്കെ ഒരു പേടി കൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യാത്തത് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. മിറ്റമൊക്കെ അടിച്ചതിന് ശേഷമാണ് വിളക്ക് വെക്കേണ്ടത്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതെനിക്ക് പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യാത്തത്. എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഈ സംശയം ഉണ്ടാകും, പക്ഷേ ആരും ചോദിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ ആ കുട്ടി ചോദിച്ചത് കറക്റ്റ് തന്നെയാണ്. മിറ്റമൊക്കെ അടിച്ചിട്ട് തന്നെയാണ് നമ്മൾ വിളക്ക് വെക്കേണ്ടത്. പക്ഷേ നമ്മുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മളങ്ങനെ ചെയ്യാത്തത്. പിന്നെ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷവും അതുപോലെ നമ്മുടെ മനസ്സ് തൃപ്തി പോലെ നമുക്ക് ചെയ്യാം. അതെല്ലാം ദൈവം എന്താ പറയുക, നമുക്ക് നല്ലതേ വരുത്തുള്ളൂ എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് പുതിയ റെസിപ്പി എന്ന് പറയാൻ പറ്റില്ല, നമ്മളിത് കാണിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു മഞ്ഞച്ചോറാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ആദ്യം നെയ്യ് ഒഴിച്ച് കൊടുത്ത് കടുക് ചേർത്ത് കൊടുത്ത് അതിലേക്ക് ചെറിയുള്ളി ചേർത്ത് ഒന്ന് വതക്കിയിട്ട് നമ്മുടെ മട്ടേരി ചോറ് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് റെഡിയായിരിക്കും. ഈ ചോറ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ചോറ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അക്ഷയയ്ക്ക് പോകാൻ സമയമായി. ഇവരിനിപ്പോൾ ഞാൻ മിക്സ് ചെയ്യുന്നത് മാത്രമേ കാണിച്ചുള്ളൂ, അതിൻ്റെ ഫൈനലായിട്ട് വരുന്ന ലുക്ക് കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. അത് വേറൊന്നുമില്ല, ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടായാൽ നമുക്കത് ഓഫ് ചെയ്യാം. ഒന്നാമത്തത് നമ്മുടെ ചോറ് നല്ല ചൂടുള്ള ചോറായതുകൊണ്ട് തന്നെ പെട്ടെന്ന് സെറ്റായി കിട്ടും. ഇത് നമ്മൾ രാവിലെയൊക്കെ അങ്ങനെ ചെയ്തിട്ട് ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ പ്രത്യേക സ്വാദാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അച്ചാർ കൂടിയിട്ടാണ് കഴിക്കേണ്ടത്, അതിനാണ് പ്രത്യേക ടേസ്റ്റ്. അതും നമ്മൾ കണ്ണിമാങ്ങ അച്ചാറാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ഇതാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഉച്ചക്ക് എനിക്ക് കഴിക്കാനും ഇത് തന്നെയാണ്. അച്ചാറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ ഉള്ളിയും മുളകും കൂടെ ചതച്ചിട്ടുള്ള ഉപ്പേരി കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ചോറ് അവർക്ക് കൊണ്ടുപോകാൻ മാത്രം ഒന്ന് താളിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നമ്മുടെ പൂച്ചക്കുട്ടികൾക്കും കൊടുത്തു, കുറച്ച് ഞാനും അങ്ങോട്ട് കഴിച്ചതാണ് കേട്ടോ. അങ്ങനെ അതിന് ശേഷം പിന്നെ നമ്മുടെ അശ്വിൻ പോയി, അക്ഷയ പോയി. പിന്നെ ഞാൻ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ്. മാക്സിമം എപ്പോഴും വിചാരിക്കും കേട്ടോ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ അതുപോലെ മേലും ഒക്കെ ഒന്ന് മുക്കി തുടയ്ക്കണമെന്ന്. അപ്പോൾ ഇന്നും നമ്മളത് മുക്കി തുടച്ച് വൃത്തിയാക്കി ചെയ്യുന്നുണ്ട്. കൈയോടെ തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ അതാത് സ്ഥാനത്ത് വെച്ച് ബാക്കിയുള്ള സ്ഥലവും കൂടെ നമ്മൾ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവരുടെയും അതിന് ശേഷം എല്ലാവരുടെയും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.